ഞാൻ അനൂരഞ്ജി സൈക്കാട്രി കൗൺസിലർ. ഇന്ന് നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നാർസിസിസ്റ്റ് പേഴ്സണാലിറ്റി ഡിസോർഡറിനെ കുറിച്ചാണ്. നാർസിസിക് പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന് പറയുന്ന ഒരു മാനസിക ആരോഗ്യ അവസ്ഥയാണ്. ഞാൻ പറഞ്ഞു, പേഴ്സണാലിറ്റി ഡിസോർഡറിൽ വരുന്ന ഒരു പ്രശ്നമാണ്, ഒരു വിഭാഗമാണ് നാർസിസിക് പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ ഈ നാർസിസിക് പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ളവർക്ക് മറ്റുള്ളവരുടെ വികാരങ്ങൾ മനസ്സിലാക്കാനോ അതനുസരിച്ച് പെരുമാറാനോ അവർക്ക് സാധിച്ചെന്ന് വരില്ല. എപ്പോഴും ഞാൻ എന്തോ സംതിങ് ആണ്, എനിക്ക് എന്തോ പ്രത്യേക പ്രാധാന്യമുണ്ട്, എന്നെ എല്ലാവരും ഞാൻ പറയുന്നത് അനുസരിക്കണം, ഞാൻ പറയുന്നത് മാത്രമാണ് ശരി എന്ന് ചിന്തിക്കുന്ന ഉയർന്ന ആത്മാഭിമാനമുള്ള ആത്മബോധമുള്ള ഒരു വിഭാഗത്തിൽ വരുന്നതാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു വ്യക്തിത്വ വൈകല്യം എന്ന് പറയുന്നത്. ഇങ്ങനെയുള്ള ആളുകൾ ഇതേ രീതിയിലായിരിക്കും ചിന്തിക്കുന്നത്. ഈ വൈകല്യമുള്ള ആളുകൾക്ക് ഞാൻ മുമ്പേ പറഞ്ഞ പോലെ തന്നെ മറ്റുള്ളവരുടെ വികാരങ്ങൾ മനസ്സിലാക്കാനോ അല്ലെങ്കിൽ മറ്റുള്ളവരെ മനസ്സിലാക്കി പെരുമാറാനോ ഒന്നും സാധിച്ചെന്ന് വരില്ല. എന്നാൽ തീവ്രമായിട്ട് ഇവർക്ക് ഭയങ്കര ആത്മാഭിമാനവും ഇവർ ചിന്തിക്കുന്നത് മാത്രമാണ് ശരിയെന്ന് തരത്തിലുള്ള ഒരു പ്രവൃത്തിയും ഇവരിൽ വളരെ കൂടുതലായിരിക്കും. ചെറിയ രീതിയിലുള്ള വിമർശനങ്ങൾ പോലും ഇവർക്ക് താങ്ങാൻ സാധിച്ചെന്ന് വരില്ല. ഈ നാർസിസിസ് ഡിസോർഡർ ശരിക്കും പറഞ്ഞാൽ പുരുഷന്മാരെക്കായിരിക്കും സ്ത്രീകളെക്കാളും കൂടുതൽ കാണപ്പെടാറുള്ളത്. ഇത് കൗമാരത്തിൽ അല്ലെങ്കിൽ നമ്മൾ പ്രായപൂർത്തിയാകുമ്പോഴോ ആരംഭിക്കുകയും ഇത് നമ്മളുടെ ജീവിതത്തിൽ വളരെയേറെ ജോലി സംബന്ധമായിട്ടും സ്കൂളും അല്ലെങ്കിൽ സമൂഹവുമായിട്ടൊക്കെ ഇങ്ങനെയുള്ള ബന്ധപ്പെട്ട് പോകാനായിട്ട് ഈ നാർസിസിക് പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ളവർക്ക് വളരെയേറെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പം ഇവരുടെ ഒരു ശരിക്കും പറഞ്ഞാൽ നമ്മൾക്ക് ചില കുട്ടികളിൽ കൗമാരപ്രായത്തിൽ ഇങ്ങനെ ഒരു അവസ്ഥ കാണാറുണ്ട്. എപ്പോഴും എവിടെയും വിജയം എനിക്ക് മാത്രം വേണം, അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്നതായിരിക്കും ശരി, ഞാൻ ചിന്തിക്കുന്നതാണ് ശരി, അങ്ങനെയൊക്കെ കൗമാരപ്രായത്തിൽ കാണപ്പെടാറുണ്ട്, അഡോളസെന്റ് ഏജിൽ. പക്ഷെ അത് കഴിയുമ്പോഴത്തേക്കും ഇത് മാറാറുണ്ട്. അപ്പം എല്ലാ ആളുകളിലും പ്രത്യേകിച്ച് കൗമാരപ്രായത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ കുട്ടികളിൽ ഇങ്ങനെ പ്രകടമാകുന്നത് ഇങ്ങനത്തെ ഒരു വൈകല്യം ആകണമെന്നില്ല. അപ്പോൾ അതിനുശേഷം നമ്മളല്ലേ കൗമാരത്തിൽ ആരംഭിക്കുകയും നമ്മൾക്ക് അത് ജീവിതത്തിൽ വീണ്ടും തുടർന്നുകൊണ്ട് പോവുകയും ചെയ്യുകയാണെങ്കിൽ നമുക്ക് വേണം ഇങ്ങനെയുള്ള ചിന്താഗതി ഉള്ളവർക്ക് ഇങ്ങനെ ഒരു നാർസിസിക് പേഴ്സണാലിറ്റി ഡിസോർഡർ ഉണ്ട് എന്ന് വേണം അനുമാനിക്കാൻ. അപ്പോൾ ഇതിൻ്റെ ഒരു രോഗലക്ഷണങ്ങൾ എന്ന് പറഞ്ഞാൽ ഞാൻ മുമ്പേ പറഞ്ഞ പോലെ തന്നെ പ്രത്യേകം ഓരോ വ്യക്തികൾക്കും ഓരോ രീതിയിലായിരിക്കും ഇത് പ്രകടമാകുന്നത്. പ്രത്യേകമായിട്ട് നമുക്ക് എടുത്തു പറയേണ്ടത് യുക്തിരഹിതമായ ഉയർന്ന സ്വയം പ്രാധാന്യമുള്ളൊരു ബോധം ഇവർക്ക് വളരെ കൂടുതലായിരിക്കും. അമിതമായിട്ടുള്ള പ്രശംസ, ഞാൻ എന്തോ സംതിങ് ആണ്, എന്നെ എല്ലാവരും ബഹുമാനിക്കണം, എനിക്കെന്തോ ഒരു സൗന്ദര്യം വളരെ കൂടുതലാണ്, ഞാൻ ചിന്തിക്കുന്നത് മാത്രമാണ് ശരി, ഞാൻ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തനാണ് എന്നൊരു ചിന്ത ഈ കൂട്ടർക്ക് വളരെ കൂടുതലായിരിക്കും. ഈ പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ളവർക്ക് ഇവർക്ക് പ്രത്യേക അവകാശങ്ങളും പരിഗണനയൊക്കെ ആവശ്യമാണ് എന്നൊരു തോന്നൽ ഇവർക്ക് വളരെ കൂടുതലാണ്. ഇവർ നേട്ടങ്ങളില്ലാതെ പ്രവർത്തിക്കുകയില്ല. ഇവർക്ക് നേട്ടങ്ങളും അംഗീകാരങ്ങളും ഒക്കെ എപ്പോഴും ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ഒരു വൈകല്യമാണ് ശരിക്കും എന്നാൽ ഈ പേഴ്സണാലിറ്റി ഡിസോർഡർ. അപ്പം മറ്റുള്ളവരെക്കാളും ശ്രേഷ്ഠനാണ് എന്ന ചിന്ത, അതുപോലെ മറ്റുള്ളവരുടെ വികാരങ്ങൾ മനസ്സിലാക്കി പ്രവർത്തിക്കാനോ മറ്റുള്ളവരെ പ്രശംസിക്കാനോ ഒക്കെ ഇവർക്ക് വളരെ മടിയായിരിക്കും. അതുപോലെ തന്നെ വളരെ അസൂയ വളരെ കൂടുതലായിരിക്കും. എന്നെക്കാളും ഒരു പടി ഉയർന്ന് മറ്റൊരാൾ വരുന്നതിൽ ഇവർക്ക് വളരെയേറെ ബുദ്ധിമുട്ടായിരിക്കും. ഇപ്പം ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരു ഫംഗ്ഷനൊക്കെ പോയി കഴിഞ്ഞാൽ ഇവരെ പ്രത്യേകം ബഹുമാനിക്കണം, പ്രത്യേകമായിട്ട് ഇരുത്തണം, ആദരിക്കണം, ഇല്ലെങ്കിൽ അവരുടെ നീരസം അപ്പോൾ അവരവരുടെ പ്രകടിപ്പിച്ചെന്ന് വരാം. അതുപോലെ തന്നെ ഇവരുടെ ആവശ്യങ്ങൾ നേടിയെടുക്കാനായിട്ട് ആരെയും അവർ ഉപയോഗപ്പെടുത്തുകയും അതിനുശേഷം അവരെ കണ്ട് അല്ലെങ്കിൽ എനിക്കൊരാൾ ഇത്രയും ഇങ്ങനെ സഹായം ചെയ്തു തന്നു എന്നുള്ള ഒരു സ്നേഹമോ പരിഗണനയോ അല്ലെങ്കിൽ അവർക്ക് ഒരു താങ്ക്സ് കൊടുക്കാനോ ഒന്നും ഇവരിൽ നിന്ന് നമ്മളതൊന്നും പ്രതീക്ഷിക്കാൻ പാടില്ല. അപ്പം മറ്റുള്ളവരിലെ എപ്പോഴും ഒരു അഹങ്കാരത്തോടു കൂടി പൊങ്ങച്ചത്തോടു കൂടി പെരുമാറുക, അതുപോലെ പറഞ്ഞ അഹങ്കാരം കാണിക്കുക, എനിക്ക് ഏറ്റവും മികച്ചത് വേണം എന്ന് ചിന്തിക്കുകയും ചെയ്യപ്പെടുന്ന രീതിയിലുള്ള സ്വഭാവ സവിശേഷത ഉള്ളവരായിരിക്കും ഈ വ്യക്തിത്വ വൈകല്യം ഉള്ളവർക്ക്. അപ്പോൾ പ്രത്യേക പരിഗണനയോ അല്ലെങ്കിൽ പ്രാധാന്യമോ ലഭിക്കാത്തവർക്ക് ഇവർ പോയെന്ന് വരില്ല. പിന്നെ മറ്റുള്ളവരുടെ വികാരങ്ങൾ അനുസരിച്ച് പെരുമാറി പ്രവർത്തിക്കാനും ഇവർക്കറിയില്ല. ഇതൊക്കെയാണ് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയുള്ള ഈ നാർസിസിക് പേഴ്സണാലിറ്റി ഡിസോർഡറിലുള്ള ആളുകളുടെ രോഗലക്ഷണങ്ങൾ എന്ന് പറയുന്നത്.
അപ്പം ഈ ഒരു പ്രത്യേകത ഉള്ളത് കൊണ്ട് തന്നെ ഞാൻ മുമ്പേ പറഞ്ഞ പോലെ തന്നെ ജോലി സ്ഥലത്തും കുടുംബപരമായിട്ടും സൊസൈറ്റി ആയിട്ടൊക്കെ ബന്ധപ്പെട്ട് പോകാനായിട്ട് ഇവർക്ക് വളരെയേറെ ബുദ്ധിമുട്ടാണ്. പിന്നെ ഇവർക്ക് ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവരിൽ കൂടുതൽ പ്രാധാന്യം ഉള്ള ആളുകളുമായിട്ട് മാത്രം സ്റ്റാറ്റസ് നോക്കി ആളുകളെ തിരഞ്ഞെടുക്കുക എന്ന് പറയൂലേ, എന്ന് പറഞ്ഞ പോലെ അവരുടെ ആ ഒരു പ്രത്യേക താല്പര്യമുള്ള ആളുകളുമായിട്ട് മാത്രം ബന്ധപ്പെട്ട് പോകാനും കൂട്ടുകൂടാനും ഒക്കെ ശ്രമിക്കത്തുള്ളൂ. അപ്പം അതുകൊണ്ട് തന്നെ ഇവർക്ക് സുഹൃത്ത് ബന്ധങ്ങൾ വളരെ കുറവായിരിക്കും. അതുപോലെ തന്നെ ഫാമിലിയിലും അതനുസരിച്ച് സഹകരിച്ച് പോകുന്ന പാർട്ട്ണർ അല്ലെങ്കിൽ കുടുംബ ബന്ധങ്ങളും വളരെയേറെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പം ഇത് വരാനുള്ള ഒരു കാരണം എന്ന് പറഞ്ഞാൽ പ്രത്യേകമായിട്ടുള്ള കാരണങ്ങൾ നമുക്ക് അറിവില്ല. പക്ഷേ ഇത് പ്രധാനമായിട്ടും ഉണ്ടാകുന്നത് നമ്മൾ വളരുന്ന എൻവയോൺമെൻറ്റ്, നമ്മളെ പരിസ്ഥിതി സംബന്ധമായിട്ട്. അപ്പം കൂടുതൽ പേരൻറ്റിങ്, വളരെ കർക്കശമായിട്ടുള്ള ഒരു പേരൻറ്റിങ് രീതിയിലാണ് നമ്മൾ വളർന്നു വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു സ്റ്റാറ്റസ് നോക്കി മാത്രം ആളുകളെ തിരഞ്ഞെടുക്കുന്ന പേരൻ്റാണ്, അല്ലെങ്കിൽ എപ്പോഴും എൻ്റെ കുട്ടി മാത്രം മിടുക്കനാണ്, മറ്റുള്ളവരെല്ലാം മോശമാണ്, ആ ഒരു രീതിയിൽ നമ്മളുടെ ക്യാരക്ടർ മോൾഡ് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു രീതിയിലേക്ക് പേഴ്സണാലിറ്റി ഡിസോർഡറിലേക്ക് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പം ശരിക്കും പറഞ്ഞാൽ നമ്മൾ കുട്ടികളെ വളർത്തുമ്പോൾ ഇതെല്ലാം ചിന്തിക്കണം. നമ്മൾ ഏത് പരാജയവും, ഇങ്ങനെയുള്ളവർക്ക് പരാജയങ്ങൾ ഫേസ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുട്ടികളെ നമ്മൾ എപ്പോഴും മോൾഡ് ചെയ്തെടുക്കുമ്പോൾ ഏത് സാഹചര്യവുമായിട്ട് പൊരുത്തപ്പെട്ട് പോകാനായിട്ട് സഹകരിച്ച് വേണം വളർത്തിയെടുക്കാനായിട്ട്, ഏത് പരിസ്ഥിതിയുമായിട്ടും. അപ്പോൾ പരിസ്ഥിതി വളരെയേറെ കുട്ടിയുടെ യഥാർത്ഥ അനുഭവങ്ങളും നേട്ടങ്ങളും ഒക്കെ നമുക്ക് പൊരുത്തപ്പെട്ട് പോകാൻ വളരെയേറെ അവരെ പഠിപ്പിക്കേണ്ടത് ആവശ്യമാണ്. പിന്നെ ജീൻ്റെ തലച്ചോറും പെരുമാറ്റവും ചിന്തയും തമ്മിലുള്ള ബന്ധം. അപ്പം പാരമ്പര്യമായിട്ട് ഇങ്ങനത്തെ വൈകല്യങ്ങളുള്ള ആളുകളുടെ അച്ഛനും അമ്മയ്ക്കും ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ഇങ്ങനെ വരാനുള്ള സാധ്യതയുണ്ട്. പിന്നെ വളരെയേറെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് പേരൻറ്റിങ്, രക്ഷകർത്തൃത്വം. നമ്മൾ ഈ ഒരു ഡിസോർഡറിൻ്റെ കുട്ടികളിലെ നമ്മൾ വളർത്തിയെടുക്കുന്ന സാഹചര്യങ്ങൾ വളരെയേറെ സ്വാധീനിക്കും. അപ്പോൾ കുട്ടികളെ നമ്മൾ വളർത്തുമ്പോൾ ഏത് സാഹചര്യവുമായിട്ട് ഇത് പരാജയം ഉണ്ടെങ്കിലും അതിനെ ഫേസ് ചെയ്യാനായിട്ട് പഠിപ്പിക്കേണ്ടത് വളരെ ആവശ്യമാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇവർക്ക് ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ തന്നെ മറ്റുള്ളവരുമായിട്ട് സഹകരിച്ച് പോകാനും അതുപോലെ തന്നെ പരാജയം ഫേസ് ചെയ്യാനുള്ള വളരെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അങ്ങനെ ഒരു സന്ദർഭങ്ങൾ ഉണ്ടായാൽ തന്നെ അവർ ഒരു ഡീപ്പ് ഡിപ്രഷനിലേക്കൊക്കെ പോകാനും മദ്യത്തിനും ഒക്കെ അടിമപ്പെടാനും സാധ്യത വളരെ കൂടുതലാണ്. പലപ്പോഴും നമ്മൾ വിചാരിക്കുന്ന ചിന്താഗതിയിൽ നിന്നും മാറി ശരിയല്ല, അല്ലെങ്കിൽ ഒരു പരാജയം സംഭവിച്ചു, അതിനെ ഫേസ് ചെയ്യാൻ ഈ കൂട്ടർക്ക് വളരെയേറെ ബുദ്ധിമുട്ടാണ്. അപ്പം അങ്ങനെ വരുന്ന സാഹചര്യങ്ങളിൽ മദ്യത്തിനും ഒക്കെ അകപ്പെടാനും ഡിപ്രഷനിലേക്കൊക്കെ പോകാനായിട്ട് സാധ്യത വളരെ കൂടുതലാണ്. അപ്പം ചിലപ്പോൾ ആത്മഹത്യ ചിന്തകൾ പോലും, ആത്മാഭിമാനം വളരെ കൂടുതലായതുകൊണ്ട് ആത്മഹത്യയെക്കുറിച്ച് പോലും ചിന്തിച്ചെന്ന് വരാം. അപ്പോൾ ഇതിൻ്റെ ചികിത്സ വളരെയേറെ ആവശ്യമാണ്. ഇങ്ങനെയുള്ളൊരു പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ളവർക്ക് ചികിത്സയോടൊപ്പം തന്നെ നിരന്തരമായിട്ടുള്ള കൗൺസിലിങ്ങും അതുപോലെ സൈക്കോതെറാപ്പി വളരെയേറെ പ്രയോജനം തരുന്ന ഒന്നാണ്. നാർസിസിക് പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ളവർക്ക് സൈക്കോതെറാപ്പി വളരെയേറെ സഹായിക്കും അവരുടെ ഈ ഒരു പെരുമാറ്റ രീതി മാറ്റിയെടുക്കാനായിട്ട്. അപ്പോൾ നമ്മളുടെ ബന്ധങ്ങൾ കൂടുതൽ അടുപ്പമുള്ളതാക്കാനും ഏത് സാഹചര്യങ്ങളിൽ പൊരുത്തപ്പെട്ടു പോകാനും അതുപോലെ തന്നെ നമ്മൾ പഠിച്ചിരുന്ന കാര്യങ്ങളല്ല കറക്റ്റ്, അതിൽ നിന്ന് മാറി നമ്മളെ ചിന്തിപ്പിക്കാനും ഒക്കെ സൈക്കോതെറാപ്പി നമ്മളെ ചെയ്യുന്നതിലൂടെ സഹായിക്കുന്നതാണ്. അപ്പോൾ നമ്മളുടെ ഒരു വ്യക്തിത്വം നമുക്ക് കൂടുതൽ ഉത്തരവാദിത്വം ഉണ്ടാകാനും കുടുംബപരമായിട്ട് ബന്ധപ്പെട്ട് പോകാനും സൊസൈറ്റി ആയിട്ട് സഹകരിച്ച് പോകാനും മറ്റുള്ളവരുടെ പഠിക്കാനും മറ്റുള്ളവരുടെ വികാരങ്ങൾ മനസ്സിലാക്കാനും ഒക്കെ ഇത് നമ്മളെ സഹായിക്കുന്നു. അപ്പം ഈ നാർസിസിക് പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ള ആളുകൾക്ക് ഏറ്റവും പ്രധാനം അവർക്ക് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട് എന്ന് മനസ്സിലാക്കി കൊടുക്കാനായിട്ട് സൈക്കോതെറാപ്പി വഴി നമുക്ക് സാധിക്കുന്നതാണ്. അപ്പോൾ നമ്മളുടെ ഒരു നിങ്ങളും സാഹചര്യം നോക്കിയാൽ ഒരു വ്യക്തി എപ്പോഴും നിരന്തരമായിട്ട് ഓഫീസിലും അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ഇടയ്ക്കും ഒക്കെ സ്വയം ആത്മാഭിമാനത്തോട് പെരുമാറിയും മറ്റുള്ളവരെ മനസ്സിലാക്കാതെ അഹങ്കാരത്തോടു കൂടിയും ഒക്കെ പെരുമാറുന്നുണ്ട്, അല്ലെങ്കിൽ പ്രശ്നങ്ങൾ നിങ്ങൾക്ക് എപ്പോഴും നിരന്തരമായിട്ട് ജോലിയിലും കുടുംബത്തിലൊക്കെ പ്രശ്നങ്ങൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് നമ്മളുടെ സ്വഭാവത്തിൽ ഒരു പ്രശ്നമുണ്ട് എന്ന് വേണം മനസ്സിലാക്കാനായിട്ട്. അപ്പോൾ അത് മനസ്സിലാക്കി നമുക്ക് വളരെയേറെ ചികിത്സയിലൂടെയും ഇതുപോലെ തന്നെ നിരന്തരമായിട്ട് കൗൺസിലിങ്ങിലൂടെയും അതുപോലെ തന്നെ സൈക്കോതെറാപ്പിയിലൂടെയും നമ്മളുടെ ഈ പ്രശ്നങ്ങൾ വളരെ ഈസി ആയിട്ട് കൺട്രോൾ ചെയ്യാനായിട്ട് മാനേജ് ചെയ്ത് പോകാനായിട്ട് സാധിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ
നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ പ്രയോജനപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുമായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ട് എന്നുണ്ടെങ്കിൽ എന്നെ വിളിക്കാവുന്നതാണ്. നമുക്ക് വളരെ ഈസി ആയിട്ട് ഇത് മാനേജ് ചെയ്ത് പോകാനായിട്ടുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. അപ്പോൾ അടുത്തൊരു ഫലപ്രദമായിട്ടൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.